ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ സഭയായി വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയും കർത്താവിനോടൊപ്പമുള്ള കഷ്ടതകളും വേദനകളും ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ച് ദൈവികമായ പീഡാനുഭവത്തിൻ്റെ അനുഭവത്തിലേക്ക് ക്രൈസ്തവ ജനത പ്രവേശിക്കുകയും തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊല്ലുകയും തൻ്റെ ഉയർപ്പിനാൽ പാപമരണത്തിൽ നിന്ന് ഞങ്ങളെ ഉയർപ്പിക്കുകയും ചെയ്ത ലോകരക്ഷകനായ മശിഹ തമ്പുരാൻ്റെ ഉയർപ്പ് പെരുന്നാളിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ ദിവസം ദൈവപുത്രൻ്റെ ഖബറിൽ നിന്നുള്ള ഉത്ഥാനത്തിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആശംസകൾ ദൈവനാമത്തിൽ എല്ലാ സഹോദരങ്ങളെയും അറിയിക്കുകയും പെരുന്നാൾ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ലോക ചരിത്രത്തിൽ തന്നെ യേശുതമ്പുരാൻ്റെ ഉയർപ്പ് അതുല്യമായ ഒരു സംഭവമാണ്. പലരും മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും വീണ്ടും ജീവിച്ചിരുന്ന് വീണ്ടും മരിച്ച സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നു. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി കാൽവരി ക്രൂശിൽ വച്ച് മരിക്കുകയും കല്ലറയിൽ അടക്കപ്പെടുകയും കല്ലറ അടച്ച് സീൽ ചെയ്യുകയും കാവൽക്കാരെ നിയമിച്ചിട്ടും ആ കല്ലറയെ ഭേദിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും സാധാരണ മനുഷ്യ ശരീരങ്ങൾക്കില്ലാത്ത അത്ഭുത സിദ്ധികളോടുകൂടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവരോടിടപെടുകയും അതോടൊപ്പം തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ശരീരം സ്പർശിക്കുവാനുള്ള അവസരം നൽകിയും അവരെ പ്രബോധിപ്പിച്ചും സ്വർഗാരോഹണം ചെയ്ത് അദൃശ്യമെങ്കിലും യഥാർത്ഥമായ നിലയിൽ നിത്യമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ലോകത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് യേശുതമ്പുരാൻ്റെ ഉയർപ്പാണ്. ക്രിസ്തുവിശ്വാസ പ്രബോധനത്തിന് കേന്ദ്ര ബിന്ദുവായിരിക്കുന്നതും യേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാളാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ക്രൈസ്തവ ജനതയെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഈസ്റ്റർ പീപ്പിൾ എന്നാണ്, ഉയർപ്പിൻ്റെ ജനത. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ രൂപം കൊണ്ടതാണ് ക്രൈസ്തവ സഭ. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഉയർപ്പ് ഒരു യുഗത്തിൻ്റെ ഉദയവും ആഘോഷവുമാണ്. കർത്താവിൽ പ്രിയരെ, ഈ ഉയർപ്പ് പെരുന്നാളിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ആ ഉയർപ്പിൻ്റേതായ ചില പ്രത്യേകമായ അനുഗ്രഹങ്ങളെപ്പറ്റി ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനായിട്ടാണ് അല്പസമയം ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്നാമതായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈസ്റ്റർ
പുനരുത്ഥാനത്തിൻ്റെ ആഘോഷമാണ്. മനുഷ്യ മരണത്തിന്മേൽ വിജയഭേരി മുഴക്കുന്ന ദൈവത്തിൻ്റെ ആഘോഷമാണ് യേശു തമ്പുരാൻ്റെ ഉയർപ്പ് പെരുന്നാൾ. എല്ലാ പെരുന്നാളുകളേക്കാൾ ഉപരിയായ എല്ലാ പെരുന്നാളുകളുടെയും പെരുന്നാളാണ് ഉയർപ്പ് പെരുന്നാൾ. മതനേതാക്കളും ഭരണാധികാരികളും ഒന്ന് ചേർന്ന് നടത്തിയ ഗൂഢാലോചന, പഴുതുകളില്ലാതെ നടത്തിയ ഒരു കൊലപാതകം, അത് നടപ്പിലാക്കിയപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ധാർഷ്ട്യം, യേശുവിനെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്നുള്ള ആശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരെ എല്ലാം ലജ്ജിപ്പിച്ചുകൊണ്ട് പാതാളത്തിൻ്റെ വാതിലുകൾ തകർത്ത് മത അന്ധക പ്രവർത്തകരെ അവരുടെ വേരറുത്ത് മരണശക്തിയെ കടപുഴുക്കി യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു. യേശു തമ്പുരാൻ്റെ ഉയർപ്പ് പെരുന്നാളിനെക്കുറിച്ച് പരിശുദ്ധനായ മത്തായി ശ്ലീഹ 18-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം അതിനെ വർണ്ണിച്ചിരിക്കുന്നു. സാമ്രാജ്യ ശക്തികൾ തങ്ങളുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് അവരാൽ കഴിയുന്ന വിധം കല്ലറ ഉറപ്പിച്ചു, അത് മുദ്ര വെച്ചു. എന്നാൽ അവർ കല്ലറ മുദ്ര വെച്ച് അടച്ചു എങ്കിലും കല്ലറ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ഭൂമി പോലും ഭൂകമ്പത്താൽ കുലുങ്ങുകയുണ്ടായി. പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി. ലോകത്തിൻ്റെ ശക്തികൾക്കൊന്നും യേശുവിനെ കൊന്ന ശക്തികൾക്ക് ഒന്നും ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് കഴിയുകയില്ല എന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനെ മൂടിവെച്ച കല്ലറ അത് തുറക്കുന്നതിനു മുൻപേ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് മാലാഖമാർ ഭൂമിയിലേക്ക്, കല്ലറയിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗീയ ആഘോഷത്തിൻ്റെ ശംഖൊലി അവിടെ മുഴങ്ങുകയാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്ര വെച്ചിരുന്നതായ കല്ല് ദൂതന്മാർ നിസാരമായി ഉരുട്ടി മാറ്റി. ആ കല്ലിനെ യേശു തമ്പുരാൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം പ്രഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള പ്രസംഗപീഠമാക്കി മാറ്റി. യേശുവിൻ്റെ ശരീരത്തിന് കാവൽ നിന്ന ഭടന്മാർ അവിടെ നിർജീവരായിട്ട് മാറി. മരണത്തെ തകർത്ത് പാപത്തിൻ്റെ മുള്ളുകളെ മെതിച്ച് യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 55-56 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ളി എവിടെ? വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മരണത്തിൻ്റെ വിഷമുള്ള് പാപമാണ്, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. ആ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചതായ വിടുതലിന്, ജയത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ. ആ ദൈവികമായ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഈ ഉയർപ്പ് പെരുന്നാൾ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലെ ആത്മീയമായ മുന്നേറ്റത്തിന് അനുഗ്രഹമായി തീരുന്നത്. ഈ രണ്ടാമതായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം
നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് കതകടച്ച് യഹൂദന്മാരെ ഭയന്ന് ഇരിക്കുന്നതായ സമയത്ത് യേശു തമ്പുരാൻ അവരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഭയവിഹ്വലരായിരുന്ന ശിഷ്യന്മാർ അവർ പേടിച്ച് കതകടച്ച് ഇരുന്നതായ സമയത്ത് ക്രിസ്തു അവരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് അവരുടെ ഭയത്തെ മാറ്റി അവർക്ക് സമാധാനം പകർന്നു കൊടുക്കുന്ന അനുഗ്രഹീതമായ അനുഭവമാണ് ഉയർപ്പിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മധ്യത്തിൽ വന്ന് നിൽക്കുകയും അതോടുകൂടി ഇരുട്ടിൻ്റെ, ഭയത്തിൻ്റെ, പരിഭ്രമത്തിൻ്റെ, നിരാശയുടെ അനുഭവം എല്ലാം മാറി ദൈവികമായ സമാധാനം അവരുടെ ഉള്ളിൽ ദൈവം തമ്പുരാൻ നൽകുകയും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ പ്രഘോഷകരായി തീരുവാൻ തക്കവണ്ണം ആ സമാധാനം അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഉയർപ്പിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹീതമായ സന്ദേശം. കർത്താവിൻ്റെ മനുഷ്യാവതാരം തന്നെ ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിൻ്റെ അനുഭവത്തിൽ സമാധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യമെന്ന് നമുക്കിതിലൂടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന 17-ാം അധ്യായത്തിൽ അതിൻ്റെ 20-21 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. മനുഷ്യനെയും ദൈവത്തെയും ഒന്നിപ്പിക്കുവാൻ തക്കവണ്ണം, നിരപ്പുണ്ടാക്കുവാൻ തക്കവണ്ണം, അനുരഞ്ജനമുണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തു എന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്നു, ക്രിസ്തു നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ക്രിസ്തുവിൽ നിരപ്പാക്കി നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആദിമനുഷ്യരായ ആദാമും ഹവ്വായും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ, മനുഷ്യൻ മരണത്തിന് വിധേയനായി തീർന്നപ്പോൾ, ആ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ മരണം മൂലം നമ്മളുടെ മരണത്തെ ചവിട്ടിക്കൊന്ന് പാതാള ഗോപുരങ്ങളെ തകർത്ത് അവൻ ഉയർത്തെഴുന്നേറ്റത് എന്നെയും എൻ്റെ പിതാവിനെയും തമ്മിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ നഥാനിയേലിനോട് പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത് നീ കാണും. ഗോത്രപിതാവായ യാക്കോബ് ബഥേലിൽ കണ്ട ദർശനം, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം ഒരു ഗോവേണി നാട്ടപ്പെട്ടു. ആ ഗോവേണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പാക്കുവാൻ തക്കവണ്ണം നാട്ടപ്പെട്ട സ്വർഗീയമായ ഗോവേണി മശിഹ തമ്പുരാൻ തൻ്റെ ക്രൂശുമരണത്തിലൂടെ നമ്മെയും ദൈവത്തെയും
ഒന്നാക്കി തീർത്തിരിക്കുന്നു. എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമായി തീരുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ മശിഹ തമ്പുരാൻ നമ്മോട് ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് സമാധാനമുണ്ടാകുന്നത്. പകയുള്ളിടത്ത്, വിദ്വേഷമുള്ളിടത്ത്, കോപമുള്ളിടത്ത് ഒരിക്കലും സമാധാനമുണ്ടാകുകയില്ല. സമാധാനമുണ്ടാകണമെങ്കിൽ ഉള്ളിൽ സ്നേഹമുണ്ടാകണം. ഉള്ളിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാകണം. കാരണം ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം നമ്മളുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്കുള്ള ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് ഈ സമാധാനത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ നിറയുമ്പോഴാണ്. ഈ ഉയർപ്പ് പെരുന്നാളിൽ യേശു തമ്പുരാൻ നമ്മോടും ആവശ്യപ്പെടുന്നു: എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ടാകുന്നു. സ്നേഹമുള്ളിടത്ത് ഐക്യമുണ്ടാകുന്നു. യേശു തമ്പുരാൻ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇരുട്ടിൻ്റെ അനുഭവം, ഭയത്തിൻ്റെ അനുഭവം നമ്മിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ. ഈ ഉയർപ്പ് പെരുന്നാളിൽ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ആ ദൈവികമായ സമാധാനം നമ്മളുടെ ഉള്ളിൽ വാഴണം. അതാണ് ഉയർപ്പിൻ്റെ സന്ദേശം. ആ സമാധാനം നമ്മളുടെ ഉള്ളിൽ വാഴണമെങ്കിൽ ക്രിസ്തു നമ്മിൽ ജീവിക്കണം. അവൻ എന്നെയും എൻ്റെ ദൈവത്തെയും തമ്മിൽ നിരപ്പാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്, ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ദൈവപുത്രൻ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത് മനുഷ്യമക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. അവൻ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അത് എൻ്റെ കർത്താവിൻ്റെ ക്രൂശു മരണത്തിലൂടെ അവൻ അനുരഞ്ജനത്തിൻ്റെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ആയതുകൊണ്ട് ഇനി ശത്രുത്വമില്ല, ഇനി പകയില്ല, ഇനി വിദ്വേഷമില്ല. പരസ്പരം സ്നേഹിക്കുവാനും സ്നേഹത്തിൻ്റെ ആലിംഗനം കൊണ്ട്, സ്നേഹത്തിൻ്റെ ചുംബനം കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലൂടെ സമൂഹത്തിലേക്ക് പകർന്ന് ഒഴുകുവാൻ കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ നമ്മളുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി തീരുന്നത്. മൂന്നാമതായിട്ട് പരിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ നമ്മോട് അരുളി ചെയ്യുന്നു: ഒരുവൻ എന്നെ അനുഗമിക്കുവാനായിട്ട് ഇച്ഛിക്കുന്നു എങ്കിൽ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശും എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരുവൻ എന്നെ അനുഗമിക്കുവാനായിട്ട് ഇച്ഛിക്കുന്നു എങ്കിൽ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. മരണത്തിൻ്റെ മേൽ ജീവൻ വരിക്കുവാൻ തക്കവണ്ണം, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരുന്ന ആഘോഷമാണ് ഉയർപ്പ് പെരുന്നാൾ. മരണത്തിൻ്റെ മുൻപിലും മനമിടറാതെ, കാലിടറാതെ ദൈവത്തെ നോക്കി യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പീഡാനുഭവ വാരത്തിലൂടെ കർത്താവിൻ്റെ
പെസഹ പെരുന്നാളിൽ ഹൃദയവേദനയുണ്ടാകുവാനും കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ഹൃദയം മുറിപ്പെടുകയും ചെയ്തില്ല എങ്കിൽ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ നമുക്ക് യോഗ്യതയില്ല. ആ യോഗ്യത ലഭിക്കുന്നത് ക്രൂശിനെ സഹിക്കുവാൻ തക്കവണ്ണം സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ, പീഡയുടെ അനുഭവത്തിലും എൻ്റെ കർത്താവിൻ്റെ പാതകളെ പിൻപറ്റുവാൻ തക്കവണ്ണം, അവൻ്റെ പാദമുദ്രകളെ പിൻപറ്റി കർത്താവിൻ്റെ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുമ്പോഴാണ് പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ടാകുന്നത്. അവനോടൊപ്പം കഷ്ടം സഹിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, അവനോടൊപ്പം നിന്ന സഹിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, അവനോടൊപ്പം തുപ്പലും പരിഹാസവും ഏൽക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ മുള്ളുകൾ കൊണ്ട് കിരീടമടിക്കപ്പെടുന്നില്ല എങ്കിൽ, കാൽവറി ക്രൂശിൽ എൻ്റെ ശരീരത്തെ സമർപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, അവനോടൊപ്പം അടക്കപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ എനിക്കൊരിക്കലും ഉയർക്കുവാനായിട്ട് സാധ്യമല്ല. അവൻ്റെ കഷ്ടതയിൽ പങ്കാളികളാകുന്നവർക്കാണ് ഉയർപ്പ് ആഘോഷിക്കുവാനുള്ള, അതിലെ സമാധാനം നേടുവാനുള്ള, മനമിടറാതെ അവനെ പിൻപറ്റുവാനുള്ള ദൈവാനുഗ്രഹം ലഭിക്കുന്നത്. അത് 2 സ്ത്രീകൾക്കാണ് ലഭിച്ചത്, 2 മറിയമാർക്കാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതിരാവിലെ തന്നെ അവർ കല്ലറയിലേക്ക് ഓടി. അവർ കന്യമായിരുന്ന ഒരു സ്ഥലം, കാവൽ പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ഭീകരമായ ഒരു അന്തരീക്ഷം, കല്ലറ മുദ്ര വച്ചിരിക്കുന്നതായ അന്തരീക്ഷം. രാത്രിയുടെ യാമങ്ങളിൽ അതിരാവിലെ 2 സ്ത്രീകൾ ആൺതുണയില്ലാതെ തങ്ങളുടെ മനസ്സിനും തങ്ങളുടെ ശരീരത്തിനും ഉണ്ടാകാൻ പോകുന്നതായ പ്രതിസന്ധികളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഭയമില്ലാതെ അവർ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയി. കല്ലറ കാണുവാനല്ല അവർ പോയത്, പിന്നെയോ കല്ലറയെ ഭേദിച്ച് പുറത്തു വന്ന ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിനെ കാണുവാനാണ് അവർ കടന്നു വന്നത്. കാരണം അവൻ മുൻപ് പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അത് രാവിലെ വന്നത് അവരുടെ വികാരം പ്രകടിപ്പിക്കുവാനല്ല, പിന്നെയോ യേശുവിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുവാനാണ്. അവരുടെ ജീവിതയാത്ര കുരിശിൻ്റെ മുൻപിൽ അവസാനിച്ചില്ല. കുരിശ് കഴിഞ്ഞും അവരുടെ യാത്രയുണ്ട്. ഇരുട്ടിൻ്റെ അനുഭവത്തിൽ അവൾ കല്ലറയിലേക്ക് കടന്നു വന്നു. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അവർ മനസ്സിലാക്കിയിട്ടും യേശുവിനെ നേരിട്ട് കാണുവാനായിട്ട് ശ്രമിക്കാതെ അവർ ഓടി ശിഷ്യന്മാരുടെ അടുക്കലേക്ക്, ഉയർപ്പിൻ്റെ സുവിശേഷം അവരോട് പറയുവാൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ഈ പുനരുത്ഥാന പെരുന്നാളിൽ സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് വിശ്വാസത്താൽ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ മരിച്ച് ഉയർത്ത് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവികമായ ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ യേശുവിനെ പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. സകല കപട മുഖങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റി, കാപഠ്യമെടുത്തു മാറ്റി, സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, സകല തിന്മകളിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, റിസറക്ഷൻ, ഉയർപ്പിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ആ
അനുധാവനത്തിൻ്റെ ആഘോഷമാണ് ഉയർപ്പ് പെരുന്നാൾ. എനിക്ക് വേണ്ടി ജീവൻ വെച്ച് മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എൻ്റെ കർത്താവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം, അത് ക്രൂശിൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, ക്രൂശിൻ്റെ അനുഭവത്തിൽ നിന്നും ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക്, സ്വർഗാരോഹണത്തിൻ്റെ അനുഭവത്തിലേക്ക്, പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലേക്ക് ആ യാത്ര തുടരുവാൻ തക്കവണ്ണം സാധിക്കണം. യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചയച്ചതുപോലെ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ദൈവസ്നേഹം ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തീയ മൂല്യങ്ങൾ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സുഖലോലുപതയുടെയും ഒക്കെ മായാമോഹങ്ങൾ വിട്ടൊഴിഞ്ഞ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പ്രാർത്ഥനാഗീതത്തിൽ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: ദൈവമുയർത്ത് മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു, ദൂതഗണം തൽപതിയെ വാഴ്ത്തി ഭൂമി വിളങ്ങി, ഭ്രമമൊടു കാവൽക്കാർ നിന്നു, പാതാളം പൊക്കിടയൻ വിഗ്രഹസേവ വിടുർത്തി, തന്നുട സഭയെ രക്ഷിച്ചു, ജീവിച്ചു മഹത്വത്തോടതിനെ ശക്തിയാ ശത്രുക്കളിൽ നിന്നും വീണ്ടു. പാപമരണത്തിൽ നിന്നും, മരണത്തിൻ്റേതായ വീഴ്ചകളിൽ നിന്നും എൻ്റെ കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ ആ പാപത്തെ ചവിട്ടിക്കൊന്നു. മരണത്തിൻ്റെ മുൻപിൽ അവൻ പാതാളവാതിലുകളെ തകർത്ത് ജയാളിയായി ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ. അതുകൊണ്ട് ഞാൻ അവനിലേക്ക് നോക്കും. അവനാണ് എൻ്റെ രക്ഷ, അവനാണ് എൻ്റെ ആശ്രയം. ഇനി എൻ്റെ ജീവിതം ഇന്നലകളുടെ അനുഭവത്തിലല്ല, പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ, ദൈവസ്നേഹത്തിൻ്റെയും ക്രിസ്തീയ മൂല്യങ്ങളുടെയും ധർമ്മത്തിൻ്റെയും അനുഭവത്തിൽ, സമൂഹത്തിൽ എൻ്റെ കർത്താവെ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. നീ എനിക്ക് വേണ്ടി ജീവൻ തന്നു, ഇനി ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, നിന്നാൽ ഞാൻ ജീവിക്കും എന്നുള്ള പ്രതിജ്ഞയോടുകൂടി ഈ പുനരുത്ഥാന പെരുന്നാളിൽ സന്തോഷം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം, ആ സന്തോഷം ജീവിതത്തിൽ അനുഭവമായി തീരുവാൻ തക്കവണ്ണം, ആ സന്തോഷം സമൂഹത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സ്നേഹം, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നമ്മുടെ സമൂഹത്തിൽ വാഴുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഏവർക്കും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആശംസകൾ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.